بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖസന്തോഷം നമുക്ക് നൽകുന്നതോടുകൂടി ആഖിറത്തിലും ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 147 ഖസസ് സൂറത്തിൽ നിന്നുള്ള 76 ആയത്ത് മുതൽക്കാണ് ഇതിലെടുക്കുന്നത്. ഈ ആയത്തിന്റെ തുടക്കം മുതൽ മറ്റൊരു ചരിത്രത്തിലേക്കുള്ള സൂചനയാണ്. നമ്മുടെ ഈ ഖസസ് സൂറത്തിന്റെ ആദ്യത്തിൽ ഫിർഔനെ പറ്റിയും മൂസ നബിയെ പറ്റിയുള്ള ചരിത്രം പറഞ്ഞു. ഇപ്പോൾ സൂറത്ത് അവസാനിക്കാൻ ഇനി കുറച്ച് ആയത്തും കൂടിയുള്ളൂ. 88 ആയത്തായാൽ ഇത് അവസാനിച്ചു. അപ്പോൾ 76 ആയത്ത് മുതൽക്ക് പറയുന്നത് ഖാറൂനെ സംബന്ധിച്ചുള്ള ചരിത്രമാണ്. ആ ചരിത്രം ഓരോ ആയത്തുകൾ വരുമ്പോൾ തഫ്സീറും കൂട്ടി ഞാൻ അതിൻ്റെ വ്യാഖ്യാനം പറയാം. ഇപ്പോൾ 76 ആയത്താണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين. ഇന്ന ഖാറൂന, തീർച്ചയായും ഖാറൂൻ കാന, അവനായിരുന്നു മിൻ ഖൗമി മൂസ, മൂസയുടെ ജനതയിൽപ്പെട്ടയാളായിരുന്നു. ഫബഗാ അലൈഹിം, അപ്പോൾ ജനങ്ങളുടെ മേൽ അവൻ അക്രമം പ്രവർത്തിച്ചു. മറ്റു അർത്ഥങ്ങളാണ് ഞാൻ പറയുന്നത്. വാത്തൈനാഹു, ഖാറൂന് നമ്മൾ നൽകി മിനൽ കുനൂസിൽ നിക്ഷേപങ്ങളാൽ, മാ ഇന്ന മഫാത്തിഹു, അതിൻ്റെ താക്കോലുകൾ, ലതനൂഹു ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വത്തി, ലതനൂഹു അത് ഭാരമുള്ളതായിത്തീരും, ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വത്തി, ശക്തരായ ഒരു സംഘം ആളുകൾക്ക് അത് വഹിക്കാൻ വളരെ ഭാരമാവും. താക്കോലുകൾ, അതായത് ഖജനാവിന്റെ താക്കോലുകൾ വഹിച്ചു കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു സംഘം ശക്തരായ ആളുകൾക്ക് വഹിക്കാൻ കഴിയില്ല, അത്രയും ഭാരമുള്ളതാണ് താക്കോൽ കൂട്ടം. അപ്പോ പിന്നെ അവന്റെ ഈ സമ്പത്ത് എത്ര കണ്ടുണ്ടാവും. ഖജനാവിനാണല്ലോ താക്കോൽ ഉപയോഗിക്കുക. ഈ ഖജനാവ് പൂട്ടാൻ വേണ്ടിയുള്ള താക്കോലുകളുടെ കഥയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പൊ ഖജനാവ് എത്ര കണ്ടുണ്ടാവണം, ഖജനാവിൽ സൂക്ഷിച്ച സമ്പത്ത് എത്ര കണ്ടുണ്ടാവണം. ഇന്നത്തെ കാലത്ത് എത്ര സമ്പത്തുണ്ടെങ്കിലും ബാങ്കിലിട്ടാൽ അത് ആർക്കും അറിയില്ല, കാണാനും പറ്റില്ല. പിന്നെ അറിയാത്ത വിധത്തിൽ ഇടാൻ പറ്റില്ല, കാരണം ഗവൺമെന്റ് എന്തായാലും ഒക്കെ അറിയണം. അപ്പോ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ഇന്നത്തെ കാലത്ത് എത്ര കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിലും ആർക്കും അറിയില്ല. പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ, ബാങ്കിങ് സമ്പ്രദായം ഇല്ല. അപ്പൊ കിട്ടിയ സമ്പത്തെല്ലാം എവിടെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഖജനാവുകൾ ഉണ്ടാക്കിയിട്ട് അത് സൂക്ഷിക്കുന്ന പതിവാണ്. അങ്ങനെ സൂക്ഷിക്കുന്ന ഖജനാവുകിന്റെ താക്കോലുകൾ തന്നെ ഒരു പറ്റം ആളുകൾക്ക്, ശക്തരായ ആളുകൾ, ക്ഷീണിച്ച ആളുകളല്ല, നല്ല ശക്തിയുള്ള, എന്തിനേയും വഹിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ആളുകൾക്ക് പോലും അത് വഹിക്കാൻ കഴിയില്ല, അത്ര അധികം താക്കോലുകളാണ്. അപ്പൊ ഖജനാവ് എത്ര ഉണ്ടാവും. ഖജനാവിൽ സൂക്ഷിച്ച നിക്ഷേപങ്ങളും സമ്പത്തുകളും, അന്ന് സ്വർണ്ണമൊക്കെയാണല്ലോ സമ്പത്ത്. അതുപോലെ
വിലമതിക്കാത്ത രത്നങ്ങള്, സമ്പത്ത്, പിന്നെ സ്വർണം, ഇതൊക്കെയാണ് അന്നത്തെ ഏറ്റവും വലിയ സമ്പത്തും ഇതൊക്കെ. അപ്പൊ ഏതായിരുന്നാലും സമ്പത്തും നിക്ഷേപം കൂടി വലിയൊരു ധനാഢ്യനായിരുന്നു ആര്? ഖാറൂൻ. ഈ ഖാറൂൻ മൂസ നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, എളാപ്പാടെ മോനാണ്. മൂസ നബിയുടെ ഉപ്പാടെ പേര് എംദാൻ എന്നും ഹാറൂന്റെ ഉപ്പാടെ പേര് യസ്ഹബ് എന്നുമാണ്. രണ്ടാളുടെയും പിതാവിന്റെ പേര് കാഹിസാണ്. അപ്പോ മൂസ നബിയുടെ വല്യപ്പാടെ പേര് കാഹിസ് എന്നാണ്. കാഹിസിന്റെ മക്കളാണ് ഇംദാനും യസ്ഹബും. യസ്ഹബിന്റെ മകനായിട്ട് ഹാറൂൻ ജനിച്ചു, ഇംദാന്റെ മകനായിട്ട് മൂസ നബിയും ജനിച്ചു. ഏതായാലും അവര് കസിൻസാണ്, മൂസ നബിയും ഹാറൂനും. അപ്പോൾ ചെറുപ്പകാലത്തൊക്കെ വളരെ നല്ല നിലയിലും ലോകത്തിലൊക്കെ ആയിരുന്നു. ശത്രുതയില്ല, ഒന്നുമില്ലാതെ കണ്ട് ജീവിച്ചിരുന്ന ആളായിരുന്നു. എന്തിനധികം പറയുന്നു, തൗറാത്ത് നല്ല ഭംഗിയിൽ ഓതുന്ന ആളായിരുന്നു ഖാറൂൻ. അങ്ങനെ നല്ല ഭംഗിയിലും നല്ല സൗന്ദര്യം ഓതാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുനവ്വിർ എന്ന് പേര് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരാളായിരുന്നു. പക്ഷെ പിന്നീട് അവൻ അള്ളാഹുവിന്റെ ശത്രുവായി, മൂസ നബിയോടും മറ്റും നിഫാഖ് വെച്ചിട്ട് ജീവിച്ചു. അങ്ങനെ ഉള്ള ആളൊക്കെ ആയിരുന്നു. അപ്പൊ അത് പിന്നീട് പറയാം. ഈ ആയത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച് ആള് വലിയ ധനാഢ്യനാണെന്നുള്ളതിന് മനസ്സിലായി. പറഞ്ഞ ഒരു ചെറിയ വാചകം കൊണ്ട് അല്ല, തനൂബിൽ മായിന്ന മഫാത്തിഹുല തനൂബിൽ ഇസ്ബത്തി ഉലിൽ കുവ്വത്തി എന്ന് പറഞ്ഞതിൽ നിന്ന് ആള് വലിയ ധനാഢ്യനാണെന്ന് മനസ്സിലായി. ഇത് കാല ലഹു കൗമുഹു, അദ്ദേഹത്തിന്റെ ആളുകള് അദ്ദേഹത്തോട് അവന്റെ ആളുകള് അവനോട് പറഞ്ഞ സമയത്തുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. എന്താ പറഞ്ഞത്? ലാ തഫ്രഹ്, നീ അഹങ്കരിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരീൻ, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലാ യുഹിബ്ബുൽ ഫരീൻ, അഹങ്കരിക്കുന്നവരെ തൃപ്തിപ്പെടില്ല, സ്നേഹം ഉണ്ടാവില്ല. അള്ളാഹ്ക്കുള്ള സ്നേഹം നഷ്ടപ്പെടുള്ളൂ നീ അഹങ്കരിച്ചു കഴിഞ്ഞാൽ. അഹങ്കരിക്കരുത്. അപ്പോ അഹങ്കാരം വലിയ ഒരു പ്രശ്നമുള്ള കാര്യം. അഹങ്കരിക്കാനുള്ള എന്താണ് കാരണം? ഇതിനകത്ത് കണ്ടമാനം സമ്പത്തുണ്ടായപ്പോൾ പിന്നെ ആരെയും പിന്നെ ഒരു വിലയില്ല. അഹങ്കരിച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുക, അവരെ ശത്രുതയോട് പെരുമാറുക, അവർ പെരുമാറ്റം തന്നല്ല. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അവനെ ഉപദേശിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈ ധനം കൂടുതൽ വന്നാൽ അഹങ്കരിക്കുക എന്നുള്ളതൊക്കെ സർവ്വസാധാരണയാണ്. അഹങ്കാരമുള്ള ആളുകളെ, എത്ര കോടിക്കണക്കിന് സ്വത്തുള്ള ചില അഹങ്കാരം മൂത്തിട്ട് ചില്ലറ ചില അഹങ്കാരത്തിന്റെ ചെറിയ കാരണങ്ങളെ കൊണ്ട് കൊലപാതകം വരെ നടത്തിയിട്ട് കാലകാലം ജയിലിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് പിന്നെ ആ കോടിക്കണക്കിന് സ്വത്തിനൊക്കെ ഒരു വിലയുള്ളത്? അപ്പൊ അഹങ്കാരം മൂത്ത് കഴിഞ്ഞാൽ മനുഷ്യൻ എന്താ ചെയ്യാന്നറിയില്ല. അത് നമ്മുടെ ഖാറൂനുണ്ടായി. ഖാറൂന് ഇങ്ങനെ അഹങ്കാരം മൂത്തിട്ട് മൂസ നബിനൊക്കെ വല്ലാതെ ദ്രോഹിക്കാൻ തുടങ്ങി. ആ ദ്രോഹം അവസാനം ചെന്നെത്തിയത് നമ്മൾ അവസാനം പറയും എന്താണ് ഉണ്ടായത് എന്ന്. ആ ആയത്ത് വായിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് പറയാം. ഇപ്പോൾ ഇതിന്റെ തഫ്സീറിൽ നമ്മൾ പറഞ്ഞു വെച്ചത് മൂസ നബി യുടെ കുടുംബക്കാരനാണ്, എളാപ്പാടെ മകനാണ് എന്ന് പറഞ്ഞു. തൗറാത്ത് നല്ല ഭംഗിയിൽ ഓതുന്നത് കാരണമായിട്ട് മുനവ്വിർ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പക്ഷെ അവൻ അള്ളാഹുവിന്റെ ശത്രുവായി മാറിയപ്പോൾ അവന് നിഫാഖുള്ളവനായി, മുനാഫിഖായി തീർന്നു. അപ്പൊ അതിന്റെ പേരിൽ അവൻ പിന്നെ നഷ്ടപ്പെട്ടവനായി കഴിഞ്ഞു എന്നുള്ള. പണ്ട് സാമിരിയും ഇതുപോലെ തന്നെയാണ് മൂസ നബിയെ നിഫാഖ് വെച്ചിട്ട് വഞ്ചിച്ചത്. മൂസ നബി തൗറാത്ത് വാങ്ങാൻ വേണ്ടി അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിച്ച് പോയപ്പോൾ ആ മൂസ നബി അവിടെ ഹാറൂൻ നബിയെ ജനങ്ങളുടെ അടുത്താക്കിയിട്ടാണ് പോയത്. അപ്പോൾ അവൻ മൂസ നബി മടങ്ങി വരുമ്പോഴേക്ക് സാമിരി ചില കാര്യങ്ങൾ ചെയ്ത് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആളുകൾക്ക് ഇട്ട് കൊടുത്തു. ഇതാണ് നിങ്ങളുടെ ഇലാഹ് എന്ന് പറഞ്ഞു, നിങ്ങൾ ആരാധിച്ചോളൂ ഇതിനെ മൂസ വരുന്നത് വരെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവന്റെ കാപട്യം അനുസരിച്ച് പ്രവർത്തിച്ചു. അങ്ങനെ അതെല്ലാം നമ്മൾ മുമ്പുള്ള വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്.
അപ്പോ അവനും ഇതേപോലെ നിഫാത്ത് ഉണ്ടായ ആളാണ് മൂസ നബിയോട്. അതേപോലെ ഈ ഹാറൂനും നിഫാഖ് വെച്ച് പുലർത്തിയ ആളാണ്. അത് സാന്ദർഭികമായി സാമരിയെ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അവന് ശത്രുതയും അവന്റെ അക്രമവും അഹങ്കാരവും അവന്റെ ഈ ധനം കൂടിയപ്പോൾ ഉണ്ടായിത്തീർന്ന പ്രശ്നമാണ്. പക്ഷെ അത് തന്നെയാണ് അവനെ നശിപ്പിക്കാൻ കാരണവും അവന്റെ അന്ത്യത്തിന് കാരണവും അത് തന്നെയാണ്. അപ്പോ ഇതെല്ലാം ഈ ആയത്തില് ഹാറൂന്റെ ഏകദേശ ധനത്തിന്റെ കാര്യം നമ്മൾക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്. വലിയ പിന്നെ സമ്പന്നനായിരുന്നു എന്നുള്ള കാര്യം നമുക്കൊക്കെ ഈ ആയത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അടുത്ത ആയത്തിൽ പറയുന്നത് ജനങ്ങളുടെ ഉപദേശം തുടങ്ങി വെച്ചിട്ടുണ്ടല്ലോ, ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരീഹിൻ, നീ അഹങ്കരിക്കരുത്, അള്ളാഹു അഹങ്കാരികളെ ഇഷ്ടപ്പെടില്ല എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. തുടർന്നു കൊണ്ട് 77-ാമത്തെ ആയത്തിൽ പറയുന്നത് وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. وابتغ നീ തേടണം, ഫീമ അത്താക്കല്ലാഹു, അള്ളാഹു താല നിനക്ക് തന്നതിലൂടെ, തന്ന ധനവും സമ്പത്തും നിക്ഷേപങ്ങളും ഉണ്ടല്ലോ, ഇതിലൂടെ നീ തേടണം അള്ളാഹുവിനോട് ദാറുൽ ആഖിറം നന്നാവാൻ വേണ്ടിയിട്ട്. ദാറുൽ ആഖിറയെ നീ തേടണം, അപ്പോൾ നിന്റെ ആഖിറം നന്നായി കിട്ടും. അത് എങ്ങനെ? നീ നിന്റെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട്, പാവങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, അവർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ട്, അങ്ങനെയാണ് ദാറുൽ ആഖിറയെ നീ തേടേണ്ടത്. നിനക്ക് അള്ളാഹു തന്ന സമ്പത്ത് നിക്ഷേപങ്ങളിലൂടെ നീ അള്ളാഹുവിനോട് തേടണം എന്ന് പറഞ്ഞാൽ, സമ്പത്ത് നീ ആവശ്യത്തിന് പാവങ്ങൾക്ക് ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക, എൻ്റെ ആഖിറം നന്നാക്കി തരണമേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നാൽ അള്ളാഹു നിനക്ക് ആഖിറം നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണത് എന്ന് ജനങ്ങൾ ഉപദേശിച്ചു. പിന്നെ തുടർന്ന് ഉപദേശിക്കുന്നത് ജനങ്ങൾ വലാ തൻസ, നീ മറന്നു പോകരുത് നസീബക്ക, നിന്റെ ഓഹരി, മിനദ്ദുന്യ, ദുന്യാവില് നിനക്കുള്ള ഓഹരി ഉണ്ടല്ലോ, അത് നീ മറന്നു പോകരുത്. എന്താണ് ഓഹരി? നിനക്ക് തിന്നണം, കുടിക്കണം, ഭക്ഷണം കഴിക്കണം, പിന്നെ മഷ്റൂബാത്ത്, മൽക്കൂലാത്ത്, ഇതെല്ലാം നിനക്ക് ആവശ്യമാണ്. അതിന് ധനം വേണം. പിന്നെ നിനക്ക് പിന്നെ വീട് വേണം. വീടിന് അത്യാവശ്യം പൈസ ചെലവാക്കിയിട്ട് വീടുണ്ടാക്കണം. വീട് വേണം. പിന്നെ നിനക്ക് വസ്ത്രം വേണം, വസ്ത്രങ്ങൾ ധരിക്കാൻ വസ്ത്രം വേണം, അതിനുള്ളത് വേണം. അപ്പൊ ഇങ്ങനെ കുറച്ച് ചെലവുകളാണ്. വൈവാഹിക ജീവിതം തുടർന്ന് പോകുമ്പോൾ അതിനുള്ള സമ്പത്ത് നിനക്ക് വേണം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നിനക്ക് ദുന്യാവിൽ ഹലാലായ മുതൽ കൊണ്ട് നീ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ അത് നീ മറന്നു പോകണ്ട എന്നാണ് ജനങ്ങൾ ഉപദേശിക്കുന്നത്. ബാക്കിയുള്ള സമ്പത്തൊക്കെ നിനക്ക് എന്തിനു വേണ്ടിയാണത്? ഇതെല്ലാം നിനക്ക് ചെലവഴിച്ചൂടെ? പിന്നെ ആഖിറത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിനക്ക് ചെലവഴിച്ചാൽ അതനുസരിച്ച് നിനക്ക് ആഖിറം രക്ഷപ്പെടാം എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് നീ അഹങ്കരിക്കരുത്. അഹങ്കാരികളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ലാ തതകബ്ബർ ബിഅംവാലിക വ കുനൂസിക, നിന്റെ സമ്പത്തും നിന്റെ പിന്നെ ഈ നിക്ഷേപങ്ങളും വെച്ചുകൊണ്ട് നീ അഹങ്കരിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുതകബ്ബിരീൻ, അള്ളാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കണം. നിനക്ക് കിട്ടിയ നിയമത്തിന് നീ അള്ളാഹുവിന് നന്ദി ചെയ്യണം. ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് വഹസിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അള്ളാഹുവിന് നീ ജനങ്ങൾക്ക് നീ നന്മ ചെയ്യണം. കമാ അഹ്സനല്ലാഹു ഇലൈക, അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ ജനങ്ങൾക്കും നീ നന്മ ചെയ്യണം. വലാ തബ്ഗിൽ ഫസാദ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തരുത്. കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ
കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ വൽഫിത്തിനത്തു അശദ്ദു മിനൽ ഖത്ൽ എന്നല്ലേ? ഏറ്റവും കൊലപാതകം നടത്തുന്നതിനേക്കാൾ ഭയങ്കരമാണ് ഫിത്തിന എന്ന് പറയുന്നത്. ഫിത്തിന ഉണ്ടാക്കരുത്. ഫിത്തിന ഉണ്ടാക്കുക പറഞ്ഞാൽ ഫസാദ്, കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക. കുഴപ്പം എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നിടത്തോളം ജനങ്ങൾക്ക് സ്വൈരമായിട്ട് ജീവിക്കാൻ ഒരു സുസ്ഥിരത ഉണ്ടാവില്ല. അതാണ് ഈ കുഴപ്പത്തിന്റെ കാരണം. കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു പോയാൽ ആ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളൂ. മറ്റതല്ല, ഫിത്തിന ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളാകെ സ്വൈരമായി ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും എല്ലാ ജനങ്ങൾക്കും. നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയ, അതുകൊണ്ട് കുഴപ്പമുണ്ടാക്കിയത് നാട്ടിൽ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, കുഴപ്പം സൃഷ്ടിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്നുള്ള ഉപദേശമൊക്കെ നടത്തി. ഈ ഉപദേശം അവൻ സ്വീകരിക്കുകയല്ല, മറിച്ചുള്ള ഒരു ഇതാണ് അവനുണ്ടായിട്ടുള്ളത്. ആ മറുപടി, അവന്റെ മറുപടി അതേ രീതിയിലാണ്. അപ്പൊ 78ാമത്തെ ആയത്തിൽ അവൻ പറയുന്നത് അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംആ വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ. അവൻ പറയാണ്, ഇതിന് മറുപടിയായിട്ട് അവരോട് പറയാണ്, ഇന്നമാ ഊതീതുഹു, എനിക്ക് ഈ ധനവും പിന്നെ ഈ കുനൂസും എന്ന് പറഞ്ഞാൽ നിക്ഷേപങ്ങളും ഈ സമ്പത്തും ഒക്കെ അള്ളാഹു എനിക്ക് തന്നത് അലാ ഇൽമിൻ എന്തി, എനിക്ക് എൻ്റെ കയ്യിലുള്ള ചില അറിവുകൾ സംബന്ധമായിട്ടാണ് എനിക്ക് അള്ളാഹു തന്നത്. അതായത് ഇവന്റെ തൊഴിൽപരമായിട്ടുള്ള അറിവുണ്ട് ഇവന്. അപ്പൊ എങ്ങനെയാണ് സ്വത്ത് സമ്പാദിക്കേണ്ടത് എന്നുള്ള അറിവ് ഇവനുണ്ട്. അത് ഇവന്റെ കെസ്ബിലുള്ളതാണ്. കെസ്ബ് എന്ന് പറഞ്ഞാൽ ഇവൻ എങ്ങനെയാണ് ഹൗ ടു ഏൺ എന്ന്, എങ്ങനെയാണ് സ്വത്ത് സമ്പാദിക്കേണ്ടത് എന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ ഇവനും ഒരറിവുണ്ട്. ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ള ജീവിക്കുന്ന ആളുകൾ തന്നെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി, പിൽക്കാലത്തേക്ക് അത് വലുതായി വലുതായി വികസിച്ചു കോടിക്കണക്കിന് ചില്ലറ പൈസ ഇറക്കിയിട്ട് ഇത് തുടങ്ങിയ ആള് പിന്നെ കോടിക്കണക്കിന് സ്വത്തുള്ളവരായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ അറിവ് വെച്ചുകൊണ്ടാണ് ഇവന് കിട്ടിയത് എന്നാണ് ഇവൻ പറയുന്നത് എന്നാണ് അധികം മുഫസ്സിറുകളും പറയുന്നത്. പിന്നെ വേറെ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്, ആ അഭിപ്രായത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോ ഇവന്റെ കയ്യിലുള്ള ചില അറിവ് സംബന്ധമായിട്ട്, കെസ്ബ് സംബന്ധമായ അറിവുകൾ, ഇവന്റെ ട്രേഡ് സംബന്ധമായ, ഇവൻ ചെയ്യുന്ന ജോലി സംബന്ധമായിട്ടുള്ള പണം എങ്ങനെ സമ്പാദിക്കണം എന്നുള്ള ചില വഴികൾ ഇവൻ അറിയാം. അതനുസരിച്ച് ഇവന് പണം കിട്ടിയെന്നാണ് ഇവൻ പറയുന്നത്. അവലം യഅലം, എന്നാൽ എങ്ങനെ കിട്ടിയാലും ശരി, ഇവൻ പറയുന്നത് അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അള്ളാഹു എനിക്ക് സ്വത്ത് തന്നത്, അത് ഇഷ്ടപ്പെടില്ലെങ്കിൽ എനിക്കിത് തരില്ലായിരുന്നു എന്നൊക്കെ ഇവൻ പറയുന്നത്. അള്ളാഹു എല്ലാവർക്കും സ്വത്ത് കൊടുക്കുന്നുണ്ട്, ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. ദുന്യാവില് അങ്ങനെ ഒരു പക്ഷഭേദം അള്ളാഹു കാണിക്കുന്നില്ല. എല്ലാവർക്കും സ്വത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇത് സജ്ജനങ്ങളിൽപ്പെട്ട ആൾക്ക് കൊടുക്കുമെന്ന് അങ്ങനെയുള്ള കണക്കൊന്നുമില്ല അള്ളാഹുവിന്. അപ്പൊ എല്ലാവർക്കും കൊടുക്കുന്ന അള്ളാഹുവിന്റെ സ്നേഹം കൊണ്ടല്ല കൊടുക്കുന്നത് എന്നവൻ മനസ്സിലാക്കണം. പക്ഷെ ഇവൻ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ സ്നേഹം കൊണ്ടാണ്. വലൗലാ റിളല്ലാഹി, അള്ളാഹുടെ സ്നേഹം ഇല്ലെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നില്ല എന്നാണ്. എന്നാൽ അവലം യഅലം, ഇവൻ അറിയില്ലേ, ഇവൻ എന്ന് പറഞ്ഞത് ഈ വിഡ്ഢിക്ക് അറിയില്ല എന്നാ. അവലം യഅലം ഹാദൽ അഹ്മഖ് അൽ മഗ്റൂർ, ഈ വഞ്ചിതനായ ഈ വിഡ്ഢിക്ക് അറിയില്ലേ എന്ത്? അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി, ഇവന് മുമ്പ് അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്, മിനൽ ഖുറൂനി, തലമുറകളിൽ നിന്ന്, മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വ, ഏറ്റവും ശക്തിയുള്ള ആളുകൾ, ഇവനേക്കാൾ ശക്തിയുള്ള അതിശക്തിയുള്ള ആളുകളെ ഈ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് എന്നവനറിയില്ലേ? വാക്സർ ജമ്മൻ, അവര് ശക്തന്മാർ എന്ന് മാത്രമല്ല നല്ല ആൾബലമുള്ള ആളുകളുമായിരുന്നു, ജനസ്വാധീനമുള്ള ആളുകളുമായിരുന്നു, സമ്പത്തും കൂടിയ ആളുകളായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള അറിയില്ലേ? എന്നാൽ നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇവരോട് എന്താണ് നീ ഇങ്ങനൊക്കെ ചെയ്തത്, എന്താ ഇതിന് കാരണം എന്നുള്ളതൊന്നും അവിടെ അള്ളാഹുവിന്റെ ചോദ്യം ഉണ്ടാവില്ല.
വലാ യുസ്അലു അല്ലാഹു തആല അന്വേഷിക്കുകയില്ല, അല്ലെങ്കിൽ അന്വേഷിക്കപ്പെടുകയില്ല. അതിന് ദുനൂബിഹിം അവരുടെ തിന്മകളെ സംബന്ധിച്ച് അൽ മുജ്രിമൂന കുറ്റവാളികളോട് അന്വേഷിക്കപ്പെടില്ല. കുറ്റവാളികൾ കുറ്റം ചെയ്തത് എന്തിന് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നും അവിടെ അന്വേഷണമില്ല. അതിന്റെ സമയം ഇതൊക്കെ അള്ളാഹുവിനെ അറിയാലോ, പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ അവരെ നശിപ്പിക്കാൻ അള്ളാഹു പിന്നെ തീരുമാനിച്ച സമയം വന്നാൽ അവരെ നശിപ്പിക്കുക, അവിടെ പിന്നെ ചോദ്യമൊന്നുമില്ല എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഇത് 78 ഇനി 79 ആയത്താണ് ഇത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് എടുക്കാം. എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അള്ളാഹു നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിനോട് സദാ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പം 147 വീഡിയോ ആയിട്ടുണ്ട് ഇന്നത്തോടു കൂടെ. നമ്മൾ കഴിഞ്ഞ നവംബറിൽ തുടങ്ങിയതാണിത്. ആ 147 വീഡിയോ ആയി. ഒരു 40,000 അടുത്ത് വ്യൂവേഴ്സും ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അള്ളാഹു നമുക്ക് അതിനുള്ള പ്രതിഫലം തരും. കാരണം ഖുർആനാണ് നമ്മൾ പഠിപ്പിക്കുന്നതും. അള്ളാഹു ഇത് നാഫിയായ ഇൽമാക്കി തരട്ടെ. ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് നമുക്കിത് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു ഉദ്ദേശം ഇതിൽ എനിക്കില്ല. അള്ളാഹുവിൻ്റെ പിന്നെ ആഖിറത്തിലുള്ള പ്രതിഫലം, അതാണ് ഉദ്ദേശം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.